Today, our topic is about the developers and different types of developers used in liquid penetrant inspection techniques. First of all, what is a developer? A developer is a good absorbent material capable of drawing traces of trapped penetrants from the discontinuities back into the surface. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഓൾറെഡി പറയാം ഡെവലപ്പർ എന്താണ്, എന്തിനത് യൂസ് ചെയ്യുന്നു. ഡെവലപ്പർ നമ്മൾ സർഫസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ക്രാക്സിനകത്തുള്ള പെനട്രൻറ്റിനെ അത് അബ്സോർബ് ചെയ്യുന്നു, എന്നിട്ട് നമുക്കൊരു ഇൻഡിക്കേഷൻ തരുന്നു. ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് എ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ടു ഇൻക്രീസ് കോൺട്രാസ്റ്റ് വെൻ വിസിബിൾ പെനട്രൻറ്റ് ഈസ് യൂസ്ഡ്. അപ്പം ഇവിടെ നമുക്ക് പെനട്രൻറ്റിൻ്റെ ആ കളറാണ് കാണേണ്ടത്. കാരണം ആ കളറിലൂടെയാണ് ആ ക്രാക്കിൻ്റെ നേച്ചറും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പെനട്രൻറ്റ് വിസിബിൾ ആയിരിക്കണം. പെനട്രൻറ്റിനെ മാക്സിമം വിസിബിൾ ആക്കേണ്ട ഒരു ഉത്തരവാദിത്വവും ഡെവലപ്പറിനുണ്ട്. അപ്പോൾ നമ്മൾ ഡെവലപ്പർ ഒരു വൈറ്റ് ഡെവലപ്പറാണ് റെഡ് ഡൈ കളറിലുള്ള പെനട്രൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ വൈറ്റ് കളറിലുള്ള ഡെവലപ്പർ യൂസ് ചെയ്യുന്നു, നമ്മുടെ പെനട്രൻറ്റ് റെഡ് കളറിലുള്ളതാണ്. അപ്പോൾ നമുക്കതൊരു മാക്സിമം ഒരു വിസിബിലിറ്റി കിട്ടുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഫ്ലൂറസ് മെറ്റീരിയലാകുമ്പോൾ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടുള്ള ഡെവലപ്പർ യൂസ് ചെയ്യുന്നു, നമുക്ക് കിട്ടുന്ന ബ്രൈറ്റ് കളറിലുള്ള ഒരു ഇൻഡിക്കേഷൻ കിട്ടുമ്പോൾ നമ്മുടെ വിസിബിലിറ്റി കൂടുതൽ ഈസി ആകുന്നു. ഫോർ ഫ്ലൂറസെൻറ്റ് പെനട്രൻറ്റ് ദ ഡെവലപ്പർ ബാക്ക്ഗ്രൗണ്ട് ഷുഡ് അപ്പിയർ ബ്ലാക്ക് വെൻ ഇലുമിനേറ്റഡ് ബൈ ദ UV light. For visible penetrant, the developer creates a white background that contrasts the normal red appearance of the dye pulled out of the crack. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് ഡൈ പെനട്രൻ്റ് ആണെങ്കിൽ നമ്മുടെ ഡെവലപ്പറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് വൈറ്റ് ആയിരിക്കും. അപ്പോൾ അവത്തിൽ നമുക്ക് റെഡിഷ് ആയിട്ടുള്ള സ്പോട്ടുകൾ കാണാം. അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ ഫ്ലൂറസെൻറ്റ് പെനട്രൻ്റ് ആണെങ്കിൽ ഡെവലപ്പർ ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതേസമയം ഫ്ലൂറസെൻറ്റ് പെനട്രൻറ്റ് ബ്രൈറ്റ് ആയിട്ടുള്ള ഇൻഡിക്കേഷൻസ് തരുന്നു. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദ റോൾ ഓഫ് ദ ഡെവലപ്പർ ഈസ് ടു പുൾ ദ ട്രാപ്ഡ് പെനട്രൻറ്റ് ഔട്ട് ഓഫ് ദ ഡിഫെക്ട്സ് ആൻഡ് ടു സ്പ്രെഡ് ദ പെനട്രൻറ്റ് ഔട്ട് ഓൺ ദ സർഫസ് ഓഫ് ദ ടെസ്റ്റ് സ്പെസിമെൻ സോ ആൻ ഇൻസ്പെക്ടർ ക്യാൻ സീ ഇറ്റ്. അപ്പം ക്രാക്കിനകത്തിരിക്കുന്ന ആ പെനട്രൻറ്റിനെ വലിച്ചെടുത്ത് അതൊരു ഇൻഡിക്കേഷനായിട്ട് കാണിക്കുന്നു. അപ്പോൾ ആ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ക്രാക്കിൻ്റെ നേച്ചറും അതുപോലെ തന്നെ ക്രാക്കിൻ്റെ സൈസും കാര്യങ്ങളുമാണ്. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് ഡെവലപ്പർ എന്തൊക്കെയാണ്? ഒരു ഗുഡ് ഡെവലപ്പറിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. എ ഗുഡ് ഡെവലപ്പർ ഷുഡ് പോസസ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓർ പ്രോപ്പർട്ടീസ്. ദ ഡെവലപ്പർ ഷുഡ് ഹാവ് ഗുഡ് അബ്സോർപ്ഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ടു മാക്സിമൈസ് ബ്ലോട്ടിംഗ് ഓഫ് ദ പെനട്രൻറ്റ്. അപ്പോൾ മാക്സിമം പെനട്രൻറ്റിനെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു അഫിനിറ്റി ഉണ്ടാവണം ഡെവലപ്പറിന്. അതുപോലെ ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു യൂണിഫോംലി കവർ ദ സർഫസ് വിത്ത് ദ തിൻ സ്മൂത്ത് കോട്ടിങ്. അതായത് ഒരു തിൻ ലെയർ കോട്ടിങ് എന്ന രീതിയിൽ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഡെവലപ്പർ ആയിരിക്കണം. ഇറ്റ് ഷുഡ് പ്രൊവൈഡ് എ ഗുഡ് കോൺട്രാസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഫോർ ഇൻഡിക്കേഷൻ. അതായത് പെനട്രൻ്റെ കളറും അതുപോലെ തന്നെ ഡെവലപ്പറിൻ്റെ കളറും തമ്മിൽ നോക്കുമ്പോൾ പെനട്രൻ്റ് മാക്സിമം എടുത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒന്നായിരിക്കണം ഡെവലപ്പറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഡെവലപ്പറിൻ്റെ കളർ. അപ്പോൾ ആ രീതിയിലുള്ള ഡെവലപ്പർ ആയിരിക്കാം യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലൊരു പെനട്രൻ്റിനെ എടുത്ത് കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഡെവലപ്പർ ആയിരിക്കണം ഗുഡ് ഡെവലപ്പർ. ഇറ്റ് ഷുഡ് ബി ഈസിലി അപ്ലൈ ടു ദ ടെസ്റ്റ് സ്പെസിമെൻ. നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റണം. ഇറ്റ് ഷുഡ് ബി ഈസിലി വെറ്റഡ് ബൈ ദ പെനട്രൻറ്റ് അറ്റ് ദ ഫ്ലോ. ഇറ്റ് ഷുഡ് ബി കെമിക്കലി ഇനേർട്ട് ആയിരിക്കണം. ഷുഡ് ബി നോൺ ടോക്സിക് ആയിരിക്കണം. അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് ബി ഈസിലി റിമൂവ് ആഫ്റ്റർ ഇൻസ്പെക്ഷൻ. നമുക്കത് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റണം. അത് മെറ്റീരിയലിനോ ഒബ്സർവറോ ഹാംഫുൾ ആയിരിക്കരുത് തുടങ്ങിയ കാര്യങ്ങളാണ്. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെവലപ്പർ. നമ്മൾ 4 ഡെവലപ്പറുണ്ട്. ഡ്രൈ പൗഡർ ഡെവലപ്പേഴ്സ്, water suspendable developers, water soluble developers, and last one is non-aqueous developers. These are the 4 types of developers used for the liquid
penetrant inspection purpose. First one is dry powder developer. Here, the dry powder developers are white fluffy powders that can be applied to a thoroughly dry surface in number of ways. അപ്പോൾ ഇതൊരു ഡ്രൈ ആയിട്ടുള്ള പൗഡർ ഫോമിലായിട്ടുള്ള ഡെവലപ്പർ ആയിരിക്കും. അപ്പോൾ നമുക്കത് അപ്ലൈ ചെയ്യണമെങ്കിൽ ഓർക്കേണ്ട കാര്യം നമ്മുടെ സ്പെസിമെൻ ഡ്രൈ ആയിരിക്കണം. അപ്പോൾ സ്പെസിമെൻ നമ്മൾ പെനട്രൻ്റൊക്കെ റിമൂവ് ചെയ്ത് വാട്ടർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ സോൾവെൻറ്റ് ഉപയോഗിച്ചോ റിമൂവ് ചെയ്തതിന് ശേഷം അതിനെ ഡ്രൈ ചെയ്യണം സ്പെസിമെനെ. എന്നിട്ടായിരിക്കും നമ്മൾ ഈ ഡ്രൈ പൗഡർ ഡെവലപ്പർ അപ്ലൈ ചെയ്യുക. അത് അപ്ലൈ ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ എന്ന് പറയുമ്പം നമുക്കൊന്നുകിൽ ഡ്രൈ പൗഡറിൽ ഡിപ്പ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്യാം. സ്പ്രേ മീൻസ് പഫർ ഉപയോഗിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഒരു കമ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ഡ്രൈ പൗഡർ ഡെവലപ്പറിനെ ബ്ലോ ചെയ്യിപ്പിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു കമ്പാർട്ട്മെൻറ്റിൽ സ്പെസിമെൻ കൊണ്ട് വെക്കാം. അപ്പോൾ പല രീതിയിൽ നമുക്ക് ഡെവലപ്പർ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഈ കാണുന്നതാണ് ഡ്രൈ പൗഡർ ഡെവലപ്പർ. നമ്മളത് അപ്ലൈ ചെയ്യുന്നതാണ് ഇത്. ഇനി ഈ ഡ്രൈ പൗഡറിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും ആണ്. അഡ്വാൻറ്റേജസ് ഇൻഎക്സ്പെൻസീവ് ആണ്, ഈസി ടു അപ്ലൈ ആണ്, ഇൻഡിക്കേഷൻസ് ടെൻസ് ടു റിമെയിൻ ബ്രൈറ്റർ ആൻഡ് മോർ ഡിസ്റ്റിങ്ക്റ്റ് ആണ്, ക്യാൻ ബി ഈസിലി ക്ലീൻഡ് ആണ്. ലിമിറ്റേഷൻ ലീസ്റ്റ് സെൻസിറ്റീവ് ടു ഇൻഡിക്കേഷൻസ്. ഇറ്റ് ഡസ് നോട്ട് ഫോം കോൺട്രാസ്റ്റ് ബാക്ക്ഗ്രൗണ്ട്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അഷ്യൂർ എൻ്റയർ പാർട്ട് സർഫസ് ഹാസ് ബീൻ കോട്ടഡ്. അപ്പോൾ അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും. ഇനി നെക്സ്റ്റ് വാട്ടർ സോലുബിൾ. ആ പേരിൽ തന്നെ ഉണ്ട് വാട്ടറിൽ സോലുബിൾ ആകുന്ന ഡെവലപ്പേഴ്സ്. വാട്ടർ സോലുബിൾ ഡെവലപ്പേഴ്സ് കൺസിസ്റ്റ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് കെമിക്കൽസ് ദാറ്റ് ആർ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ആൻഡ് ഫോം എ ഡെവലപ്പർ ലെയർ വെൻ ദ വാട്ടർ ഈസ് ഇവാപ്പറേറ്റഡ് അവേ. അതായത് വാട്ടറിൽ നമ്മൾ കുറച്ച് കെമിക്കൽസ് ആഡ് ചെയ്യുന്നു, അതിനുശേഷം അത് നമ്മൾ വാട്ടർ അത് ഇവാപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഡെവലപ്പർ ലെയർ കിട്ടുന്നു. ഓക്കെ, വാട്ടർ സോലുബിൾ ഡെവലപ്പർ ഈസ് എ ക്രിസ്റ്റലൈൻ പൗഡർ ദാറ്റ് ഫോംസ് എ ക്ലിയർ സൊല്യൂഷൻ വെൻ മിക്സ്ഡ് വിത്ത് വാട്ടർ. അപ്പോൾ ഒരു ക്രിസ്റ്റലൈൻ പൗഡറാണ്. ആ പൗഡർ നമ്മൾ വെള്ളത്തിൽ മുക്കി ഒരു പേസ്റ്റ് രൂപത്തിലേക്ക് മാറ്റുന്നു. ദെൻ അതിനുശേഷം നമ്മളത് സർഫസിൽ അപ്ലൈ ചെയ്യുന്നു. ദെൻ അതിനുശേഷം എഗെയിൻ ഡ്രൈ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുമ്പോൾ അത് എഗെയിൻ ആ റീക്രിസ്റ്റലൈൻ സ്റ്റേറ്റിലേക്ക് മാറുന്നു, അല്ലാതെ റീക്രിസ്റ്റലൈസ് ആകുന്നു. ദിസ് ഡെവലപ്പർ ഈസ് നോട്ട് റെക്കമെൻഡഡ് ഫോർ വാട്ടർ വാഷബിൾ പെനട്രൻസ്. അപ്പോൾ വാട്ടർ വാഷബിൾ ആയിട്ടുള്ള പെനട്രൻസിൽ നമ്മൾ ഈ വാട്ടർ സോലുബിൾ ഡെവലപ്പർ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഇതാണ് വാട്ടർ സോലുബിൾ ഡെവലപ്പർ. അപ്പോൾ അതായത് വാട്ടറിൽ നമ്മൾ ഈ ഡെവലപ്പർ ആഡ് ചെയ്യുന്നു, ദെൻ അതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യുന്നു. The best method for applying water soluble developer is by spraying it on the test specimen. Other methods are by dipping, pouring or brushing. അപ്പോൾ നമ്മൾ ഈ ഒരു പേസ്റ്റിനെ ബ്രഷ് ചെയ്യുകയോ അല്ലെങ്കിൽ പോർ ചെയ്യുകയോ ഡിപ്പ് ചെയ്യുകയോ ചെയ്യാം. ഇനി അതിനുശേഷം യൂഷ്വലി എ വാം എയർ ഡ്രയർ ഈസ് യൂസ് ടു ഡ്രൈ ദ വെറ്റ് ടെസ്റ്റ് സ്പെസിമെൻ. അതിനുശേഷം നമ്മൾ ഈ വാട്ടർ സോലുബിൾ ഡെവലപ്പറിനെ നമ്മൾ ഹീറ്റ് ചെയ്തുകൊണ്ട് അതിനെ പഴയ പൗഡറല്ല ക്രിസ്റ്റലൈൻ ഫോമിലേക്ക് എത്തിക്കുന്നു. ഇനി അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ്. അഡ്വാൻറ്റേജസ് ഈസ് ഓഫ് കോട്ടിംഗ്. ഇറ്റ് ക്യാൻ ബി ഈസിലി ക്ലീൻഡ് ഫ്രം ദ സർഫസ് ആഫ്റ്റർ ഇൻസ്പെക്ഷൻ. ഫാസ്റ്റ് ആൻഡ് എഫക്റ്റീവ് മെത്തേഡ്. ഇറ്റ് ക്യാൻ ബി ഈസിലി ആൻഡ് കംപ്ലീറ്റ്ലി റിമൂവ്ഡ് ആഫ്റ്റർ ഇൻസ്പെക്ഷൻ. ലിമിറ്റേഷൻ എന്ന് പറയുമ്പം പുവർ കോൺട്രാസ്റ്റ്. കോട്ടിംഗ് ഈസ് ട്രാൻസ്ലുവൻറ്റ് ആൻഡ് പ്രൊവൈഡ്സ് പുവർ കോൺട്രാസ്റ്റ്. ഇവിടെ കോൺട്രാസ്റ്റ് കുറവാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ. ഇൻഡിക്കേഷൻസ് ഫോർ വാട്ടർ വാഷബിൾ സിസ്റ്റംസ് ആർ ഡിം ആൻഡ് ബ്ലർഡ്. നെക്സ്റ്റ് വൺ ഈസ് വാട്ടർ സസ്പെൻഡബിൾ. നേരത്തത് വാട്ടർ സോലുബിൾ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ആ ഡെവലപ്പർ വാട്ടറിൽ അലിഞ്ഞു ചേരുന്നു എന്നാണ്. വാട്ടർ സസ്പെൻഡബിൾ എന്ന് പറഞ്ഞാൽ വാട്ടറിൽ സസ്പെൻഡ് ചെയ്ത് കിടക്കും, വാട്ടറിനകത്ത് പൊങ്ങിക്കിടക്കുന്ന ഒന്നാണ്. വാട്ടറിലോട് ലയിക്കുന്നില്ല, വാട്ടറിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു കൊളോയിഡൽ സൊല്യൂഷൻ എന്ന രീതിയിലേക്ക് വരുന്നതാണ് വാട്ടർ സസ്പെൻഡബിൾ ഡെവലപ്പർ. വാട്ടർ സസ്പെൻഡബിൾ ഡെവലപ്പേഴ്സ് കൺസിസ്റ്റ് ഓഫ് ഇൻസോലുബിൾ ഡെവലപ്പർ പാർട്ടിക്കിൾസ് സസ്പെൻഡഡ് ഇൻ വാട്ടർ. ഇൻസോലുബിൾ ആണ് വാട്ടറിൽ, അത് ജസ്റ്റ് വാട്ടറിൽ സസ്പെൻഡ് ചെയ്ത് കിടക്കുന്നു എന്ന് മാത്രം, ഈ നാനോ ഫ്ലൂയിഡ്സ് ഒക്കെ പോലെ. വാട്ടർ സസ്പെൻഡബിൾ ഡെവലപ്പേഴ്സ് require frequent stirring or agitation to keep the particles from setting out of suspension.
അപ്പോൾ അതായത് നമ്മൾ അജിറ്റേറ്റ്, അതായത് അതിനെ ഇളക്കിക്കൊണ്ടിരിക്കണമെങ്കിൽ മാത്രമേ ആ ഒരു വാട്ടറിൽ പൂർണ്ണമായും ആ ഡെവലപ്പർ സസ്പെൻഡ് ചെയ്ത് നിൽക്കൂ. Water suspended developers are applied to test specimen in the same manner as water soluble developers like dipping, pouring or brushing. അപ്പോൾ ഡിപ്പിങ്ങിലൂടെയോ അല്ലെങ്കിൽ പോറിങ്ങിലൂടെയോ അല്ലെങ്കിൽ ബ്രഷിങ്ങിലൂടെയോ നമുക്കത് അപ്ലൈ ചെയ്യാം. ദെൻ എഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടെസ്റ്റ് സ്പെസിമെൻ ഡ്രൈഡ് യൂസിങ് വാം എയർ. അപ്പോൾ വാട്ടർ സോലുബിളും വാട്ടർ സസ്പെൻഡബിളും, വാട്ടർ സോലുബിളിൽ നമ്മൾ വാട്ടറിൽ മിക്സ് ചെയ്യുന്നു, ദെൻ അപ്ലൈ ചെയ്യുന്നു, ദെൻ സ്പെസിമെൻ ഡ്രൈ ചെയ്യുന്നു. വാട്ടർ സസ്പെൻഡബിളിൽ സസ്പെൻഡ് ചെയ്ത് കിടക്കുന്ന ഈ ഒരു വാട്ടർ ഡെവലപ്പർ കോമ്പിനേഷനെ നമ്മൾ അപ്ലൈ ചെയ്യുന്നു, ദെൻ സ്പെസിമെൻ അഗെയിൻ ഡ്രൈ ചെയ്യുന്നു. ഓക്കെ, അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും ആണ്. ഈസ് ഓഫ് കോട്ടിംഗ്, ഇൻഡിക്കേഷൻസ് ആർ ബ്രൈറ്റ് ആൻഡ് ഷാർപ്പ്. ഇൻഡിക്കേഷൻസ് ആർ ബ്രൈറ്റ് ആൻഡ് ഷാർപ്പ്. വൈറ്റ് കോട്ടിംഗ് ഫോർ ഗുഡ് കോൺട്രാസ്റ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്. ഈ ലിമിറ്റേഷൻസ് പറയുമ്പോൾ ഇറ്റ് റിക്വയർസ് ഫ്രീക്വൻറ്റ് സ്റ്റിറിങ്. അതാണ് കാരണം വാട്ടറിൽ ഇത് സസ്പെൻഡ് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ താഴേക്ക് അടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും സ്റ്റിറിങ് ആവശ്യമാണ്. ഇൻഡിക്കേഷൻസ് വീക്കൺ ആൻഡ് ബിക്കം ഡിഫ്യൂസ്ഡ് ആഫ്റ്റർ ടൈം. ദെൻ നോൺ അക്വസ് ഡെവലപ്പേഴ്സ്. നോൺ അക്വസ് ഡെവലപ്പേഴ്സ് സസ്പെൻഡ് the developer in a volatile solvent and are typically applied with a spray gun. അപ്പോൾ ഇവിടെ ഈ ഡെവലപ്പർ ഒരു സോൾവെൻറ്റുമായിട്ട് മിക്സ് ചെയ്തിട്ട് ആണ് നമ്മളത് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ വാട്ടർ യൂസ് ചെയ്യുന്നില്ല, വാട്ടറുമായിട്ട് ബന്ധമില്ല. ഡയറക്റ്റ് നമുക്ക് ഡെവലപ്പർ സസ്പെൻഡ് ദ ഡെവലപ്പർ ഇൻ എ വോളറ്റൈൽ സോൾവെൻറ്റ്. അപ്പോൾ നോൺ അക്വസ് ഡെവലപ്പേഴ്സ് ആർ കോമൺലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ എയറോസോയിൽ സ്പ്രേ ക്യാൻസ് ഫോർ പോർട്ടബിലിറ്റി. അപ്പോൾ അതൊരു ക്യാനകത്താക്കി നമ്മളത് കൊടുക്കുന്നു, നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഇറ്റ് ഈസ് ദ മോസ്റ്റ് സെൻസിറ്റീവ് ഡെവലപ്പർ ഫോർ ഇൻസ്പെക്ടിങ് സ്മോൾ ഏരിയാസ്. ഇനി ഈ കാണുന്നതാണ് നോൺ അക്വസ് ടൈപ്പ് ഡെവലപ്പേഴ്സ്. അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും ആണ്. അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ മോസ്റ്റ് സെൻസിറ്റീവ് ഫോം ഓഫ് ഡെവലപ്പർ, ഈസി ടു അപ്ലൈ, വെരി പോർട്ടബിൾ, indications show up rapidly and are well defined. It does not require forced drying. അതായത് നമുക്ക് ഡ്രൈ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ലിമിറ്റേഷൻസ്, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അപ്ലൈ ഈവൻലി ടു ഓൾ സർഫസ്. ഇറ്റ് ഈസ് മോർ ഡിഫിക്കൽട്ട് ടു ക്ലീൻ ടെസ്റ്റ് സ്പെസിമെൻ ആഫ്റ്റർ ഇൻസ്പെക്ഷൻ. ഇനി ഓരോ ഡെവലപ്പറും അതിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും ആണ്, അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസും ആണ്. ഡ്രൈ പൗഡർ, വാട്ടർ സസ്പെൻഡബിൾ, വാട്ടർ സോലുബിൾ, നോൺ അക്വസ്. ഇതിൽ രണ്ടിലും നമ്മൾ വാട്ടർ ഉപയോഗിക്കുന്നു. ഇത് ഡ്രൈ ആയിട്ട് നമ്മൾ പൗഡർ അപ്ലൈ ചെയ്യുന്നു. ഇവിടെ നമ്മളൊരു സോൾവെൻറ്റിൽ ദ ഹെൽപ്പ് ഓഫ് എ സോൾവെൻറ്റ് നമ്മൾ ഡെവലപ്പർ അപ്ലൈ ചെയ്യുന്നു. ഇനി ക്ലീനേഴ്സ് ആൻഡ് എമൽസിഫയേഴ്സ്. നമുക്കറിയാം ക്ലീനർ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പെസിമിനെ ആദ്യം ക്ലീൻ ചെയ്യാനും പിന്നെ നമ്മൾ ലിക്വിഡ് പെനട്രൻറ്റ് ഇൻസ്പെക്ഷൻ കഴിഞ്ഞതിന് ശേഷം ക്ലീൻ ചെയ്യാനും നമ്മൾ ക്ലീനർ യൂസ് ചെയ്യും. എമൽസിഫയർ നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സ്ട്രാ പെനട്രൻ്റ് ഉള്ളത് റിമൂവ് ചെയ്യണം. അത് വാട്ടർ ഉപയോഗിച്ച് പറ്റുന്നില്ല എങ്കിൽ എമൽസിഫയർ യൂസ് ചെയ്തിട്ട് ദെൻ വാട്ടർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. എ ക്ലീനിങ് ഫ്ലൂയിഡ് മസ്റ്റ് ആക്ട് ആസ് എ സോൾവെൻറ്റ് ഫോർ മെറ്റീരിയൽ ദാറ്റ് ഈസ് ടു ബി റിമൂവ്ഡ്. ഫോർ വാട്ടർ ബേസ്ഡ് പെനട്രൻസ് എ സിമ്പിൾ വാട്ടർ വാഷ് ഓർ റിൻസ് ഈസ് സൂട്ടബിൾ ഫോർ ക്ലീനിങ് സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പെനട്രൻ്റ് ആണെങ്കിൽ നമുക്ക് സിംപ്ലി വാട്ടർ ഉപയോഗിച്ച് റിൻസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാൻ സാധിക്കുന്നു. ഇനി അതല്ല, വാട്ടർ ബേസ്ഡ് അല്ല എങ്കിൽ നമ്മളവിടെ ഒരു എമൽസിഫയർ യൂസ് ചെയ്യുന്നു. ഇപ്പോൾ എമൽസിഫയർ നേരത്തെ നമ്മൾ പറഞ്ഞാണ്, ഹൈഡ്രോഫിലിക് എമൽസിഫയറും ഉണ്ട്, ലിപ്പോഫിലിക്കും ഉണ്ട്. അതിൽ ഹൈഡ്രോഫിലിക് എന്ന് പറയുമ്പോൾ ദേ ആർ കമ്പോസ്ഡ് ഓഫ് മെറ്റീരിയൽസ് സിമിലർ ടു കോമൺ ഡിറ്റർജൻസ് വിച്ച് റിയാക്ട് വിത്ത് ഓയിൽ ബേസ്ഡ് പെനട്രൻറ്റ്. ലിപ്പോഫിലിക് എന്ന് പറയുമ്പം ദേ ആർ ഓയിൽ സോലുബിൾ and they diffuse into penetrant, breaking down into structure so that it can be removed with the help of a water. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇൻ്റർപ്രറ്റേഷൻ, ഇനി എങ്ങനെ ഈ ലിക്വിഡ് പെനട്രൻറ്റ് ഇൻസ്പെക്ഷനിൽ നമുക്ക് ഒരു റിസൾട്ട് കിട്ടി അതിനെങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. താങ്ക് യു.